നിധി സാരി ആയിരിക്കും എടുക്കാന്ന് എനിക്ക് തോന്നി, അതാ പോയി മേടിച്ചേ. എന്താ ചൂടിക്കോ. താങ്ക്സ്. ഒരു ഐഡിയ ഉണ്ട്. എന്ത്? ഓ കുറച്ചുകൂടെ ചേർന്ന്. പിന്നെ ഓക്കെയാണ്. എന്റെ 2 പിക്ക് എടുത്തല്ലേ? പിന്നെ ഉറപ്പായിട്ട് എടുത്തരാം. അമ്പലത്തിൽ കേട്ടോ. നമസ്കാരം. നിങ്ങൾ റെഡിയായോ? നിങ്ങൾ നല്ല മാച്ചിങ് ആയിട്ടുണ്ടല്ലോ. ആണോ? മോനെ, എന്നാ നമുക്ക് പോയാലോ? നമുക്ക് ഒരുമിച്ച് പോവാല്ലേ? അത് വേണ്ട, അവിടെ ചെന്ന് കൊറേ കാര്യങ്ങളുള്ളതാ. അതെന്താ കൊറേ കാര്യങ്ങള്? തള്ളക്ക് വട്ട്. നമുക്ക് ആദ്യം പോവാ, ഇവര് സൗകര്യം പോലെ വരട്ടെന്നേ. ഓ, നമുക്ക് ഒരുമിച്ച് പോവാമേ. പറയുന്നു കേക്കാദ്യം. അശ്വിനെ, നമുക്ക് പോയാലോ? ശരി, നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ഓ ശരി ശരി. തള്ളക്ക് വട്ടം കുറച്ചധികം. തുടിച്ച്. ഹായ് ചാന്ദിനി, ഡ്രസ് നന്നായിട്ടുണ്ട്. ഡ്രസ് ബഹുത് അച്ഛാ ഹേ. ശുക്രിയ. ഓ ശുക്രിയ. നീ എല്ലാവരുടെയും ഡ്രസ്സ് നോക്കി. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയണം. നിങ്ങളാരും ഇതുവരെ ഇറങ്ങിയില്ലേ? അച്ഛനോ? ആ, അച്ഛൻ രാവിലെ വരുന്നത് കണ്ടു, കുളിച്ചിട്ട് പോകുന്നതും കണ്ടു. അതപ്പാ ഇനി അമ്പലത്തിലുണ്ടാവുമോ എന്തോ? ഉണ്ടെങ്കി എന്താ, ഇല്ലെങ്കി എന്താ, നിങ്ങൾ വാമേ, നമുക്ക് പോവാം. വാ നിധി. ആ ബാ. ഇതാണ് നിങ്ങളുടെ കുടുംബ പരദേവതയുടെ അമ്പലം. പ്രധാന പ്രതിഷ്ഠയ്ക്ക് ചുറ്റും 3 ഉപപ്രതിഷ്ഠകളുണ്ട്. ശിവപാർവതി പ്രതിഷ്ഠ, ധർമ്മശാസ്താവ്, ശ്രീമുരുകൻ. ചെന്ന് തൊഴുതോളൂ. പിന്നെ വഴിപാട് കൗണ്ടറിൽ ചെന്ന് ചെയ്യേണ്ട വഴിപാടിന്റെ ലിസ്റ്റ് എടുക്കാം. അത് നടയെ കൊടുത്താൽ മതി. ശരി. ആവോ. സുഭാഷ് ഏട്ടാ, ഇങ്ങനെ ഇവിടെ എത്തിയാ? എന്താടാ പിള്ളേരെ വരാൻ വൈകിയത്? ഞാൻ രാവിലെ നേരത്തെ എത്തി തൊഴു. ഓഹോ, ഇത്ര പെട്ടെന്ന്? ഭാസ്കരേട്ടന്റെ 1 റൗണ്ട് തൊഴിലും വഴിപാടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു അഷ്ടൈശ്വര്യ പൂജയ്ക്ക് ചീട്ടാക്കിയിട്ടുണ്ട്. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി. അതെ, ഈ 8 ലക്ഷ്മി ഭാവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ മറ്റൊന്നും വേണ്ടെന്നല്ലേ? അല്ലേ പ്രസിഡന്റ്? അതെ അതെ. ഇന്നലത്തെ അന്യൻ ഇന്ന് അമ്പിയായി മാറിയോ? എന്നാടാ പ്രസിഡന്റ്, ഇതാണ് എന്റെ മക്കള്. നമസ്കാരം. ഇത് മൂത്തവൻ സുഭാഷ്, അത് 2ാമത്തവൻ സുധീഷ്, ഇത് 3ാമത്തവൻ ഹരീഷ്, അത് ഏറ്റവും നികേഷ്. ഇത് മരുമോള് നിധി, അതൊരു സുഹൃത്തിന്റെ മോളാ. കൂടെ ഒന്നേ ഉള്ളൂ, ചാന്ദിനി. ഇത് ഇപ്പോഴത്തെ പ്രസിഡന്റ് കുമാർ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ അച്ഛൻ കെ ഗോവിന്ദമേനോൻ എന്റെ സുഹൃത്തായിരുന്നു. പാവല്ലേ?
എന്തായാലും വരാൻ തോന്നിയല്ലോ അത് നന്നായി. ചെല്ല്, ചെന്ന് പ്രാർത്ഥിക്കും. ആ അതെ അടിപൊളി. ഉയ്യോ, സൂപ്പർ. അതിനു മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. അതെന്ത് വരും? ചെരുപ്പ് ഊരുന്ന കാര്യമാണോ? അതായിരിക്കൂല. അമ്മയ്ക്ക് എന്ത് ഭാവിച്ചാ? ഒന്നും മിണ്ടാതിരിക്കും. എന്താ? ഞാൻ കാര്യമല്ലേ പറഞ്ഞത് പ്രസിഡന്റെ. ഞങ്ങളുടേതടക്കം 17 കുടുംബങ്ങളുടെ തറവാട്ടമ്പലമായി ഇത്. എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലേക്ക് വേണ്ടി നിശ്ചയ തുക സംഭാവന ചെയ്യാറില്ലേ? കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇവര് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ആ കാശ് മുഴുവനായിട്ട് വാങ്ങാതെ ഇവരെ പൂജ ചെയ്യാൻ സമ്മതിക്കരുത്. എന്തിനാ സുനന്ദ നമ്മൾ ഇതിലൊക്കെ ഇടപെടുന്നത്? അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എന്നുവെച്ചാ അത് വലിയൊരു സംഖ്യയാവില്ലേ? ഒറ്റയടിക്ക് അത് ഈടാക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തെ? ഇത്രയും നാള് തറവാട്ടമ്പലവും പരദേവതയും വേണ്ടെന്ന് വെച്ച് നടന്നവരല്ലേ? എടീ ലളിതേ, പൂതനെ, നിന്നേക്കാൾ മുമ്പേ ജനിച്ചവരാ ഞാൻ. അതുകൊണ്ട് തറവാട്ടമ്പലത്തിന്റെ അവകാശത്തെ പറ്റിയൊന്നും നീ എന്നെ പഠിപ്പിക്കണം. അമ്പലത്തിലേക്കുള്ള മുടക്ക് എങ്ങനെ തീർക്കാമെന്ന് ഞാൻ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി ഭാസ്കരേട്ടാ. ആ എഴുതേച്ചി, മുടങ്ങിക്കിടന്ന നിങ്ങളുടെ വീതത്തെ പറ്റി ഓർമ്മിപ്പിച്ചതും ഞാൻ തന്നെയല്ലേ? ഓ അത് ശരി. ആ എന്നിട്ടാണോടി നീ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കുന്നേ? ഭാസ്കരേട്ടാ, അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു തർക്കവും വഴക്കും വേണ്ട. ഇവിടെ ആളുകൾ വരുന്നത് ഈശ്വരനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ്. അതാദ്യം നടക്കട്ടെ, അതിനുശേഷം ആവാം വീതവും കാര്യങ്ങളൊക്കെ. ചെല്ല്, ചെന്ന് പ്രാർത്ഥിക്കാം. ചേട്ടാ, ഇനി മുതലെല്ലാം ഞങ്ങൾ നോക്കി കണ്ട് ചെയ്തോളാം. ആ അത് മതി, ചെല്ല്. വാ. നിങ്ങൾ ചെന്ന് എഴുതോ. മാറിക്കേ. പാടി നിധി, വാ. മക്കളാവൂ അല്ലേ? ദാ. നട. ഇത്രയും കാലം വന്നില്ലെങ്കിൽ എന്താ? ഭഗവതിക്ക് കാണണമെന്ന് തോന്നിയപ്പോ എത്തിച്ചില്ലേ? നന്നായി പ്രാർത്ഥിച്ചോളൂ, നല്ലതേ വരൂ. ഭഗവതിക്ക് മുമ്പിൽ ഇങ്ങനെ മുഖം കുറിപ്പിച്ച് നിൽക്കണ്ട അമ്മായി. പ്രാർത്ഥിക്കുന്നതിന് ബലം കിട്ടൂല കേട്ടാ. അല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമ്മളും മുടിഞ്ഞോണമെന്നായിരിക്കുമല്ലോ. ഒരിക്കലും ബലം കിട്ടാൻ പോകുന്നില്ല. ബാ സുനന്ദേ, നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം. അമ്മായി പോണില്ലേ? പൂതനെ കൂടെ ചെല്ല്. മിണ്ടാന്ന് പ്രാർത്ഥിക്കേ. ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി, ഓ ചിറയിൽ പരബ്രഹ്മം. ഇറ്റാമ. എടോ, ഇറ്റാമ. എടോ, ഇറ്റാമ. ഭാസ്കരനായിരുന്നോ? ആണോ? എത്ര നാളായി കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നു. വാ, വാ, പറയട്ടെ. എന്തുപേരെ വിളിച്ചേ? ഇറ്റാമനെന്നാ? ആ, അങ്ങനെയല്ലേ കേട്ടത്? ഞാനും ശ്രദ്ധിച്ചു. ഇറ്റാമൻ, അങ്ങനെയൊക്കെ പേരുണ്ടോ? ആ, ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും കൊള്ളാം അല്ലേ? ദേഷ്യം പെടുമ്പോ ചീത്ത വിളിക്കാൻ പറ്റിയവര്. പേടിച്ചോ?
കളിയാക്കതറ. സോറി ഏട്ടാ. ആ അതെ, ഒരുമാതിരി ഈറ്റേമ വർത്താനം പറയല്ലേ. മതി, ഒരുമാതിരി സുധീഷാവല്ലേ എന്ന് പറഞ്ഞാൽ അർത്ഥമൊക്കെ ഒന്നല്ലേ. बालों में फूल है. हाँ പൂവിനെ ഫൂൽ ഫൂൽ. अब ठीक. എടി അശ്വിൻ എവിടെ പോയിടി? എന്തോ ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. അമ്മേ, അശ്വിനുള്ളപ്പോ അമ്മ അവരോട് തർക്കിക്കാനും വഴക്കിടാനും പോവല്ലേ? എന്നോട് ചോദിക്കുവാ. എന്ന് കരുതി മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമ്മൾ വരുന്ന അതേ ദിവസം നോക്കി ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തോ ഒരു കാര്യമുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. അഡ്രസ് കൊടുത്തത് ഗംഗാധര മാമനല്ലേ? ഹാ, അതായി എനിക്ക് മനസ്സിലാവാത്തെ. ഇവരുടെ അച്ഛനാ ഭാസ്കരൻ അറിയാത്ത സ്ഥലം വല്ലതുമാണോ ഇത്? എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുത്തില്ലല്ലോ. എന്തോ ഉണ്ടച്ചുരുട്ടുണ്ട്, അത് ഉറപ്പാ. മഴക്കോളാ. ആ പെയ്യത്തില്ലായിരിക്കും. अभी दे, बारिश आने वाली है. ദേ, നന്നായിട്ട് തൊഴുതില്ലേ? നിങ്ങൾ എന്തായാലും വന്നത് നല്ല സമയത്താ. ആ. നാളെ കർക്കിടക ഷഷ്ടിയല്ലേ? ആ. ഈ അമ്പലത്തിൽ അത് വലിയ വിശേഷ. ആഹാ. എന്താ വിശേഷം? കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേടാനോ ആരുടെയെങ്കിലും കഷ്ടകാലം മാറ്റാനോ ഉണ്ടെങ്കിൽ ആ ആളിന്റെ അടുത്ത ബന്ധുക്കൾ ശൂലം കുത്തി അമ്പലം പ്രദർശനം ചെയ്യും. ശൂലം തുള്ളലെന്ന് പറയും. അത് ചെയ്യാനായി ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. എന്റെ ചേട്ടാ, അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാ? ആചാരങ്ങൾ ദിവസം തോറും കൂടി വരികയല്ലേ. പണ്ടില്ലായിരുന്ന പല ആചാരങ്ങളും ഇപ്പൊ ഉണ്ടായി വരികയല്ലേ. പലതും അനാചാരങ്ങളാണെന്ന് മാത്രം. എന്നാലേ ഞാൻ അങ്ങോട്ട് പോവാ. ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവും. ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് അന്നദാനം കഴിച്ചിട്ടേ പോകാവൂ. എന്നാലേ പ്രാർത്ഥിച്ചതിന് ഫലമുള്ളൂ എന്നാ. ശരി എന്നാ. ശരി എന്നാ. ഓ, പായസം ഉണ്ടാവൂലേ? ആ പിന്നെ കാണും കാണും. ഉറുമ്പ് അന്നദാനം ഉണ്ട്. എന്നാ നമുക്ക് ഒന്ന് കറങ്ങി വന്നാലോ നിധി? ആ, എല്ലാരും വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. അല്ല അത് വേണ്ട, നിങ്ങളൊന്ന് പോയി കറങ്ങിട്ട് വാ. എന്നാ പിന്നെ ഹരീഷ് വാ. ഞാനില്ല, എനിക്ക് ഒന്ന് രണ്ട് ഫോൺ ചെയ്യാണ്ട്. ഓ ഫോൺ ചെയ്യാനുണ്ടെന്ന്. നിനക്കും ഫോൺ ചെയ്യണോടാ നികേഷ്? ആയേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തരില്ല, നിങ്ങൾ പോയിട്ട് വാ. ഹാപ്പി അല്ലേ? നിങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിട്ട് വാ. അപ്പോഴേക്കും ഭക്ഷണത്തിനുള്ള സമയമാവും. അല്ല വേണമെങ്കിൽ വന്നോളൂ കേട്ടോ. വേണ്ട, ഒന്ന് വാ നിധി. നമ്മളെ കുറെ നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നാലേ വേര് മുളച്ചു പോവും. വാ. ചെല്ല് ചെല്ല്. അപ്പൊ ശരി എന്നാ. വരുന്നുണ്ടോ? നെഹി. പാവല്ലേ? പാവം പോണ പോക്ക് കണ്ട. സുധീഷേ, സുധീഷിന്റെ അച്ഛന്റെ നാടിതാ. അപ്പൊ അമ്മയുടെയോ? എന്താ ചിരിക്കുന്ന? ഇത്രയും നാള് കൂടെ ജീവിച്ച അച്ഛന്റെ നാട് ഇപ്പോഴാ മനസ്സിലായത്. അപ്പൊ ചെറുപ്പത്തിലേ മരിച്ചുപോയ അമ്മയുടെ നാട് എങ്ങനെ അറിയാനാ? ചെറുപ്പത്തില് അച്ഛനും അമ്മയോ ഞങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടുമില്ല. ആരും ഞങ്ങളെ കാണാൻ വരാറുമില്ലായിരുന്നു. ആരും? ആ, എന്ന് ചോദിച്ചാ അമ്മയുടെ അമ്മ, അമ്മുമ്മ വല്ലപ്പോഴും കാണാൻ വരുമായിരുന്നു. വരുമ്പോ കുറെ പലഹാരങ്ങളും മിഠായിയൊക്കെ കൊണ്ടുവരായിരുന്നു. പോകുമ്പോ 10 രൂപയുടെ ഓരോ നോട്ട് ഞങ്ങളുടെ 3 പേരുടെയും കയ്യിൽ വെച്ച് തരായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അമ്മമ്മയും വരാണ്ടായി. ആ, ഞങ്ങൾ അന്വേഷിച്ച് ആരും വരാത്തോണ്ട് ഞങ്ങളും ആരും അന്വേഷിച്ച് പോകണ്ടായി. അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ വീട്ടിലേക്ക് വന്നു. വീടിന്റെ സ്വഭാവമേ അങ്ങ് മാറി. ഞങ്ങൾ മറ്റൊരു ലോകത്തായി പോയി.
എന്നാലും മറ്റുള്ള കുട്ടികളുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും കാണുമ്പോ അന്വേഷിക്കണം എന്ന് തോന്നിയിട്ടില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഓ, അത് ശരിക്കും കഷ്ടായിപ്പോയി. അമ്മ പോയതിനു ശേഷം ഞങ്ങളുടെ അമ്മയും അച്ഛനും ബന്ധവും ചേട്ടനും എല്ലാം ദേ ആ ഒരാളായിരുന്നു. അമ്മ പോയതിനു ശേഷം ഞങ്ങളുടെ അമ്മയും അച്ഛനും ബന്ധവും ചേട്ടനും എല്ലാം ദേ ആ ഒരാളായിരുന്നു. അല്ല നിധി, ഈ ചോദ്യം വേണമെങ്കിൽ സുഭാഷിനോട് ചോദിച്ചോക്കാം. എന്താ? വാ. നിക്ക് നിക്ക്. ദേ നോക്കിയേ, കണ്ടില്ലേ? അത് ചാന്ദിനിയല്ലേ? അതെ. ദേ ഏതായാലും ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതെന്താ? നമ്മളോട് തനിയെ പൊക്കാളാൻ വേണ്ടി സുഭാഷ് ഏട്ടൻ പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ? എന്ത് കാരണം? ദേ ഒരുമാതിരി ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കാൻ നിൽക്കല്ലേ. സുധീഷ് എന്താ ഉദ്ദേശിച്ചെന്ന് പറ. നിധി, സുഭാഷ് ഏട്ടന് ചാന്ദിനിയുടെ കൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ഇപ്പൊ മനസ്സിലായ? സുഭാഷ് ഏട്ടൻ നിങ്ങൾക്ക് ആരൊക്കെയാണെന്നാ പറഞ്ഞ? ബന്ധു, ചേട്ടൻ, അമ്മ, അച്ഛൻ എല്ലാം അല്ലേ? എന്നിട്ടും ആളെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് വരെ ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ ഇത്തരം കള്ളത്തരം ഇല്ലാത്ത ഒരേ ഒരാള് സുഭാഷ് ഏട്ടനാ. അപ്പൊ ബാക്കി ഞങ്ങൾക്കൊക്കെ കള്ളത്തരുണ്ടെന്നാണ് പറയുന്നത്. എന്താ സംശയം? അതിലേറ്റവും വലിയ കള്ളം നിങ്ങളാ. സത്യം കേൾക്കുമ്പോ ചിരിച്ചു തള്ളിയിട്ട് കാര്യമില്ല. വാ. वो ब्लैक कलर स्वामी है. സുഭാഷ് ഏട്ടാ, നിധിക്കൊരു സംശയം. എന്ത് സംശയം? നമ്മുടെ അമ്മയുടെ നാട് ഏതാണെന്ന്. അതെന്തിനപ്പോ അറിഞ്ഞിട്ട്? ചുമ്മാ അറിയാൻ വേണ്ടി. അച്ഛന്റെ നാട് കണ്ടെത്തിയ പോലെ അമ്മയുടെ നാടും പോയി കാണാമല്ലോ. ചിലപ്പോ പഴയ ബന്ധുക്കളൊക്കെ ആയിട്ട് അടുപ്പം വെക്കാൻ പറ്റിയാലോ. ഇത്രയും കാലം കാണാത്ത ബന്ധുക്കളാണോ ഇനി അടുപ്പം വെക്കാൻ പോകുന്നത്? അതൊന്നും ശരിയാവാൻ പോകുന്നില്ല മോളെ. നിങ്ങളെപ്പോലൊരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരാളും ഇല്ലാതെ. ശരിയാ, ആളുകൾ ഒറ്റയ്ക്കാവുന്നത് അവരുടെ മാത്രം തെറ്റുകൊണ്ടോ കുറ്റം അല്ലല്ലോ. ചില സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി മാറ്റുന്നത് മാത്രം. അതെ, നിങ്ങൾ കറങ്ങി കഴിഞ്ഞു പോവാ, നമുക്ക് അപ്പുറത്തേക്ക് പോ. വേണ്ട, സുഭാഷിനെ പൊക്കോ, ഞങ്ങൾ വന്നോളാം. ആവോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല ചേർച്ചയാണല്ലേ. എന്നുവെച്ചാ ഈ ഭാഷയും ദേശമൊക്കെ വേറെ ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന്. അല്ല, ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ടേ 3-4 ഫോട്ടോയെങ്കിലും എടുത്തു വെക്കാൻ തോന്നിയത് എനിക്ക്. അത് ശരിയാണല്ലോ, എന്നാ എടുത്താലോ? ഞാൻ റെഡിയാ. നിധി അങ്ങോട്ട് തന്നെ, ഞാൻ ഫോട്ടോ എടുക്കാം. ഹേയ് കൊള്ളാലോ. നിധി മുടി ഇങ്ങനെ. ഇനി വേറെ പോസ്. നോക്കി കണ്ട. ഇത് കൊള്ളാല്ലേ? എന്നാ നമുക്കൊരു സെൽഫി എടുത്താലോ? ആയിക്കോട്ടെ. അതെ, കുറച്ച് മാറിക്കോ. എന്തുപറ്റി? ഒന്ന് വിട്ടെന്ന് എടുത്താ മതി എന്നാ പറഞ്ഞ. നിധി റെഡിയല്ലേ? ഇനി ഇങ്ങനെ വേണ്ടേ? സോറി. എവിടെ പോയിരിക്കുവായിരുന്നടി? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു.
അവൻ എന്തി അശ്വിൻ? അവിടെ ഉണ്ട് ഉം. അവിടെ ഉണ്ട്. നല്ല ചൂടുണ്ടല്ലേ? Cheers. നീ നോക്കി കൊള്ളല്ലേ, ഇതൊക്കെ ഞാൻ എടുത്തോണ്ട. ആഹാ, എന്താണ്? ചായ കൂടിയാണ്. ഓ എന്നാ വേണം. ആ പായസമായിരുന്നു. വെറുതെ കിട്ടിയപ്പോ മേടിച്ചതാ. വേണ്ട, കുടിച്ചോ. താങ്ക് യു. ദേവരുന്നു. ആ താങ്ക് യു ചേട്ടാ. ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. പുതിയ ആളുകളാണോ? അതെ, ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാ. തിരുവനന്തപുരത്തുനിന്നല്ലേ ലളിതേ? ശാന്തേച്ചി, ആ ആ ലളിതേച്ചിയുടെ ചേട്ടനാ അത്, ഭാസ്കരൻ. ഭാസ്കരേട്ടന്റെ മക്കളായി ഇരിക്കുന്നത്. ആദ്യമായിട്ടാ തറവാട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ഭാസ്കരൻ. ഓ മനസ്സിലായി. ഭാര്യ കൊന്നിട്ട് ജയിലിൽ പോയ ആളല്ലേ? ആ അത് തന്നെ. ആ പാപം ഇതുവരെ അനുഭവിച്ച് തീർന്നിട്ടില്ല. അതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ വന്നതാ. എന്താ അമ്മ ഇത്? സത്യം പറ, എന്തിനാണ് പഠിക്കുന്നേ? എന്റെ ലളിതേച്ചി, ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് ഉറപ്പില്ലാത്ത കഥകളല്ലേ. വെറുതെ എന്തിനാ അതൊക്കെ ഇപ്പൊ പറയുന്നേ? നല്ലൊരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയല്ലേ. നിനക്ക് എന്തറിയാടാ മണി? നീ നാട്ടിൽ വന്നിട്ട് അധികാലമൊന്നും ആയില്ലല്ലോ. അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഏജന്റിനെ എല്ലാവരും നല്ലതായേ തോന്നൂ. എന്നാ അറിയാവുന്നവർക്ക് അങ്ങനെയല്ലല്ലോ. അമ്മായി, അതെ, വഴക്കും സ്വത്തുകാർക്കും ഉണ്ടെന്ന് കരുതി വായി തോന്നി വിളിച്ചു പറയരുത്. ഞാൻ മാത്രമല്ലല്ലോ, നാട്ടുകാരും പറയുന്നില്ലേ. നീ അവരുടെ വായി അടച്ചു വിട്ടടാ. അളിയാ, റെഡിയല്ലേ? എന്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ടാ അവൻ പോയത്. വെള്ളം ചവിട്ടിയിട്ട് വഴിക്കിയതാ.